ഉത്തരാഖണ്ഡ് സർക്കാർ ഏക സിവിൽ കോഡ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. പ്രത്യേക സമ്മേളനം വിളിച്ചാണ് സർക്കാർ ബില്ല് അവതരിപ്പിക്കുന്നത്. ജസ്റ്റിസ് രഞ്ജന ദേശായിയാണ് നൽകിയ കരട് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ബില്ല്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് സംസ്ഥാനത്തെ BJP സർക്കാരിൻ്റെ തിടുക്കപ്പെട്ട ഈ നീക്കമെന്നറിയുന്നു. അച്യുതൻ ഡൽഹിയിൽ നിന്നും വിശദാംശങ്ങൾ നൽകുന്നു. പറയൂ അച്യുതൻ. SKN ഉത്തരാഖണ്ഡ് ഏകീകൃത സിവിൽ കോഡ് അത് നടപ്പിലാക്കുവാനുള്ള അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മാസം 2-നായിരുന്നു ഈ രഞ്ജന ദേശായിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതി ആ കരട് റിപ്പോർട്ട് സർക്കാരിന് കൈമാറിയത്. ആ റിപ്പോർട്ട് സർക്കാർ മന്ത്രിസഭാ യോഗം വിളിച്ച് ചർച്ച ചെയ്ത് അത് മന്ത്രിസഭാ യോഗത്തിൽ പാസ്സാക്കുകയും ആ പാസ്സാക്കിയ ബില്ലാണ് ഇന്ന് ഈ സഭയിലേക്ക്, ഉത്തരാഖണ്ഡിൻ്റെ നിയമസഭയിലേക്ക് കൊണ്ടുവരുന്നത്. എന്തായാലും ബില്ലിന്മേൽ ചർച്ചകൾ നടക്കും. ചർച്ച നടത്തി ഭൂരിപക്ഷ വോട്ടെടുപ്പോടുകൂടി നിയമത്തിലേക്ക് ബില്ല് പാസ്സാക്കി നിയമമാക്കുക എന്ന ലക്ഷ്യമാണ് ഉത്തരാഖണ്ഡ് സർക്കാരിന് ഇനിയുള്ളത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത ഒരു സാഹചര്യത്തിൽ അതുകൂടി ലക്ഷ്യമിട്ടുള്ള ഒരു നീക്കമാണ് ഉത്തരാഖണ്ഡ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പ് അന്ന് BJPയുടെ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു അധികാരത്തിൽ വന്നാൽ ഏകീകൃത സിവിൽ കോഡ് ഉത്തരാഖണ്ഡിൽ നടപ്പാക്കുമെന്നുള്ളത്. എന്തായാലും സർക്കാർ അധികാരത്തിൽ കയറിയതിന് പിന്നാലെ തന്നെ ഈ ഏകീകൃത സിവിൽ കോഡിന് വേണ്ടിയിട്ടുള്ള ചരടുവലികൾ അന്നേ നടത്തിയിരുന്നു. അതിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഇത്തരത്തിൽ സമിതിയെ രൂപീകരിച്ചുകൊണ്ട് പരിശോധനകൾ നടത്തി ആ സമിതിയാണ് ഈ കരട് റിപ്പോർട്ട് കൈമാറിയത്. ആ റിപ്പോർട്ട് വിലയിരുത്തിയ ശേഷമാണ് മന്ത്രിസഭ അംഗീകരിക്കുന്നതും. ഇന്നിപ്പോൾ ഈ പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി തന്നെയായിരിക്കും ഈ ബില്ല് അവതരിപ്പിക്കുക. അതിനുശേഷമാണ് ഇനി ഭൂരിപക്ഷ വോട്ടെടുപ്പോടെ പാസ്സാക്കുക എന്നുള്ള കടമ്പയുള്ളത്. പാസ്സാക്കി കഴിഞ്ഞാൽ നിയമമായിട്ട് തന്നെ വരും. അങ്ങനെയെങ്കിൽ രാജ്യത്തെ ആദ്യ UCC നടപ്പിലാക്കുന്ന സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. ഗോവയിൽ ഉണ്ടെങ്കിൽ തന്നെ അത് പോർച്ചുഗീസ് കാലം മുതൽക്കേ ഉള്ള ഒരു സിവിൽ കോഡാണ്. പക്ഷേ ഇത്തരത്തിലൊരു പ്രത്യേകിച്ച് പഠിച്ചിത്തരമൊരു നിയമമായി അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വലിയ സാധ്യതകൾക്ക് വേണ്ടി കൂടിയാണ് BJP ഇത്തരമൊരു UCC നടപ്പിലാക്കുവാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. എന്തായാലും ആ ബില്ലാണ് ഇന്ന് നിയമസഭയിലേക്ക് എത്തുന്നത്. SKN. ഓക്കെ, താങ്ക് യു അച്യുതൻ.